രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ രാമായണം അയോധ്യാകാന്ഡത്തിൽ അടുത്ത ഒരു ഭാഗം ശ്രീരാമ അഭിഷേക ആരംഭം, അതൊന്ന് ഇന്ന് പാരായണം ചെയ്യാം. ശ്രീ ഗണപതി നമ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ അയോധ്യാകാന്ഡത്തിൽ നമ്മൾ വളരെ തത്വങ്ങളടങ്ങിയ നാരദ രാഘവ സംവാദം കണ്ടു. അതിൻ്റെ അവസാന ഭാഗത്തിൽ ഇനി ശ്രീരാമൻ്റെ അഭിഷേക നടക്കാൻ പോകുന്നു എന്നും അതിന് വിഘ്നങ്ങളൊക്കെ വരുമെന്നൊക്കെ ഉള്ള ഒരു സൂചനകളൊക്കെ നാരദനും രാമനും തമ്മിൽ സംസാരിച്ച ആ ഒരു സംഭാഷണത്തിലും ആ ഒരു സംവാദത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് അയോധ്യാകാന്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഒന്ന് പാരായണം ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ശ്രീ രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാകവിക്ക് പ്രണാമം. ഗണേശായ നമ, സരസ്വതി നമ, ഗുരുഭ്യോ നമ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീരാമ അഭിഷേക ആരംഭം. എങ്കിലോ രാജാ ദശരഥൻ ഏകദാ സങ്കലിതാനന്ദം അമ്മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലന അർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴിതെങ്ങനെയെങ്കിൽ ദുൽപൂവിൽ ഓർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ അതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മനസ്സേ. എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുംഭരനാദവും പൂരിക്കദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകം ഇളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചെന്നാൻ വസിഷ്ഠനോട് ആദരാൽ. എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ട സുമന്ത്രരോട് യുദ്ധം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ച് ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം.
ഐരാവതകുലജാതനാം നാൽക്കൊമ്പൻ ആരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ട് വായികെട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും. സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്തി അശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദി അലങ്കാരമോട് വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി. അപ്പോൾ അയോധ്യ നഗരി എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകത്തിന് വേണ്ടി അങ്ങനെ ആഘോഷപൂർവ്വം ഒരുക്കങ്ങൾ നടത്തുക. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രന് ആ രാജാവായിട്ട് വാഴിക്കാനുള്ള ആ ഒരു ആഘോഷങ്ങളുടെ ആ ഒരു ചിത്രം നോക്കൂ. എന്ത് ഉത്സാഹമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ രാജാവായി വരുന്നതിന് അത്രയും ആനന്ദമാണ് ആ അയോധ്യയിലെ ജനങ്ങൾക്കും കൊട്ടാരത്തിലുള്ളവർക്കും ഒക്കെ അത്രയും ഇഷ്ടമാണെന്ന് കാണിക്കുന്നതും അത്രയും പ്രൗഢഗംഭീരമാണ് ഈ ഒരു അലങ്കാരങ്ങൾ എന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഇത്രയും ഭാഗം സമർപ്പിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ. രാമായണം എന്ന മഹാകാവ്യം ഒരു ഭഗവാൻ നമുക്ക് തന്ന ഒരു കാവ്യമാണ്. അത് എഴുതിയ ശ്രീ രാമാനുജൻ എഴുത്തച്ഛന് പ്രണാമം. മാത്രമല്ല ഈ ഒരു ഇതിഹാസ വായിക്കുന്നതിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് പിന്നെ സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല, പിന്നെ ഇത്രയും ഭാഗം ഇത്ര പേജ് ഇത്ര വരി വിട്ട് ഇങ്ങനെയൊക്കെ വായിക്കണം. ആ നിയമങ്ങളൊക്കെ നമുക്ക് പാലിക്കാം, പക്ഷെ അതൊരു നിർബന്ധമൊന്നുമുള്ള കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധി അത് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും വേണമെങ്കിലും വായിക്കാം, എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും വായിക്കാം. പിന്നെ അതിൻ്റെ നമ്മളിപ്പോൾ ചില ചിട്ടകളൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അതിനൊരു ഭക്തിയുടെ ഒരു പരിവേഷം കുറച്ച് കൂടുതലാണ് എന്നും അത് കുറച്ചും കൂടെ നമ്മളിൽ ഒരു നല്ല ഒരു ചിന്ത ഉണർത്തും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസങ്ങളുടെയും ആവശ്യമില്ല. കാരണം നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ന് ചില ആളുകൾക്കൊക്കെ ഈ രാമായണം എടുത്ത് വായിക്കാൻ തന്നെ ഒരു പേടിയുള്ളവരുണ്ട്. കാരണം അത് വായിച്ചാൽ തെറ്റ് വന്നാലോ വല്ല പ്രശ്നമുണ്ടോ, അപ്പോൾ ദൈവം കോപിക്കുമോ, പിന്നെ വൈകുന്നേരം വായിക്കാൻ പാടില്ല എന്ന് പറയുന്നു, ഹനുമാൻ കുളിക്കാൻ പോവുകയാണ്, ജപിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വലിയ നമ്മുടെ ആചാര്യന്മാർ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. കാരണം എന്താണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ
ഭക്തിയോടുകൂടി വായിക്കണം. അത് മാത്രമേ ഉള്ളൂ. ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതൊന്നുമില്ലെങ്കിലും വായിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അത്രയും ശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഭക്തിയാണ് ഏറ്റവും പ്രധാനം. അതുണ്ടെങ്കിൽ എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ആ ഒരു തത്വം മനസ്സിലാക്കുക. ഇനി തെറ്റ് വന്നാൽ ആ അക്ഷരങ്ങൾ, സംസ്കൃത പദങ്ങളൊക്കെ വേഗത്തിൽ വായിക്കുമ്പോൾ തെറ്റ് വരാം. അത് സ്വാഭാവികമാണ്. അത് ഈ സംസ്കൃത പദങ്ങളൊക്കെ കലർന്ന ഒരു മലയാളമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ. അപ്പോൾ അത് നമുക്ക് സംസ്കൃത പദങ്ങളോട് നമുക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് എഴുത്തച്ഛൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, ആ സംസ്കൃത പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അറിയാതെ തെറ്റ് വരാം. അപ്പോൾ ആ തെറ്റ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ, ശ്ലോകങ്ങൾ എന്തും അബദ്ധവശാൽ എന്തെങ്കിലും പദങ്ങളോ ഒന്നും തെറ്റിയാലും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് ഭാഗവതത്തിൽ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്നെ ഭക്തിയോടുകൂടി ഭജിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഒരു നിഷ്കർഷയുള്ളൂ. ശുദ്ധമായ മനസ്സും ശുദ്ധമായ സ്ഥലത്തും ഇരുന്ന് ഭക്തിയോടുകൂടി വായിക്കുക എന്നുള്ളത് മാത്രമാണ് രാമായണം വായിക്കുന്നതിനുള്ള ഒരു കണ്ടീഷൻ. ഇത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ രാമായണം വായിക്കുന്നതിന് ഒരു അന്ധവിശ്വാസങ്ങളും തടസ്സമാവാതിരിക്കട്ടെ. നല്ല മനസ്സോടുകൂടി ഭഗവാനെ സ്മരിക്കുക, വായിക്കുക, പാരായണം ചെയ്യുക, തുടങ്ങി വയ്ക്കുക. അത് വളരെ ധൃതിയിൽ വായിച്ച് തീർക്കുന്ന ഒരു രീതിയും വേണ്ട. കാരണം എല്ലാ ദിവസവും ഒരു പേജ് വെച്ച് വായിച്ചാൽ മതി. അത് തുടങ്ങുന്നത് ഈ ഒരു രാമായണ കാലത്ത് ആയിക്കൊള്ളട്ടെ. ഇനി നമുക്ക് ഈ വർഷം മുഴുവനും വായിക്കാം, എന്നും വായിക്കാം. അങ്ങനെ ഒരു രീതിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷെ വായിക്കുന്ന ഭാഗത്തിൻ്റെ അർത്ഥം കഴിവതും അർത്ഥം മനസ്സിലാക്കുക. ഇനി അഥവാ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അത് വായിച്ച് തുടങ്ങുക. പിന്നെ ക്രമേണ കുറേ വായിക്കുമ്പോൾ നമുക്ക് അർത്ഥം അത് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ, ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു, ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു. ഓം തത്സത്.